പാർവതി എന്ന നാമവും ഭഗവതിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി 6-ാം ദിവസം പാർവതി പരിണയം നടക്കുമ്പോൾ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി എന്ന് പറയുന്ന വിവാഹ തടസ്സമുള്ള കുട്ടികളും വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്കും ഒക്കെ നടത്താം. ഈ പുഷ്പാഞ്ജലി സർവമംഗളത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ നല്ല മാല ഭഗവതിക്ക് ചാർത്തുക, കൂടത്തമാല മഹാദേവന് ചാർത്തുക, ഇതൊക്കെ വളരെ വിശേഷമാണ്. അതുപോലെ പായസാന്നപ്രിയായ നമ, പായസം ഏറ്റവും പ്രധാനമാണ് ഭഗവതിക്ക്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് ഓം പായസാന്നപ്രിയായ നമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നിവേദ്യങ്ങളൊക്കെ വഴിപാടുകളൊക്കെ നടത്തി ഭഗവതിയെ പ്രീതിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാനായിട്ട് യജ്ഞശാലയിൽ വന്നിരുന്ന വഴിപാടുകൾ നടത്തി നാമം ജപിച്ചും ഭാഗവതം കേട്ടുമൊക്കെ ആ ആനന്ദത്തിൽ എത്തിച്ചേരാനാണ് ശ്രീമദ് ദേവി ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കലാപരിപാടികളൊക്കെ ഉണ്ട്. യജ്ഞശാലയിൽ ഇനി നാമജപമാണ്. നാമജപത്തോടുകൂടി ദീപാരാധനയാണ്.